ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ ജിന്നുവർഗത്തിൽപ്പെട്ടതാണോ? ഈ ഒരു ചർച്ച അതിന്റെ പൂർത്തീകരണം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജീവി വർഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യണം. ഒന്നാമതായിട്ടുള്ളത് മാലാഖമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സഹീഹ് മുസ്ലിമിൽ ആ ഒരു ഹദീസിൽ ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ. മാലാഖമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അവർ ഒരിക്കലും തെറ്റ് ചെയ്യൂല. തെറ്റ് അവരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ പ്രകൃതത്തിൽ അതില്ല. കാരണം അള്ളാഹു പറയുന്നത് ബൽ ഇബാദു മുക്രമുൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക, അല്ലാതെ അവർക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തന്നെ എന്തില്ല, അവർക്കില്ല. രണ്ടാമത്തത് ജിന്ന് വർഗമാണ്. ജിന്ന് വർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ജിന്ന് വർഗം മലക്കുകളെ പോലെയല്ല. അത് അവരിൽ തെറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഉണ്ട്. വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആ ഒരു ജിന്ന് സമൂഹത്തില് നല്ലവരും ചീത്തവരും ഉണ്ട്. ഖുർആനിലൊക്കെ മാലാഖമാരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി സംശയം ഉണ്ടാകും, ഇബ്ലീസ് സ്വാഭാവികമായിട്ട് മാലാഖമാരിൽ പെടുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും തെറ്റ് വരാൻ പാടില്ലല്ലോ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇബ്ലീസ് ഒരിക്കലും മാലാഖമാരിൽ പെട്ടവരല്ല. ആ ഒരു സ്വഭാവം, ആ ഒരു പ്രകൃതമുള്ള ആളല്ല. പക്ഷെ ഒരുപാട് കാലം മയ്യത്ത് കൊണ്ട്, അല്ലെങ്കിൽ മാലാഖമാരിൽ ജീവിക്കുന്നവരായത് കൊണ്ട് മാലാഖമാരോട് പറയുന്ന മുഴുവൻ കൽപ്പനകളും ആർക്കും കൂടി ബാധ്യത ഉണ്ട്, ഇബ്ലീസിനും കൂടി ബാധ്യത ഉണ്ട്. അല്ലാതെ മാലാഖമാര് ആ ഒരു വർഗത്തിൽ പെടുന്നതല്ല.